ശബരിമലയിലെ ആചാര ലംഘനത്തിനെതിരെ NSS നടത്തിയ പ്രതിഷേധം ചരിത്ര സംഭവമെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മിറ്റി അംഗം ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാമജപ ഘോഷയാത്ര നടത്തിയാണ് NSS പ്രതിഷേധിച്ചത്. പിന്നീട് പലരും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അത് ഏറ്റെടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെങ്ങും സംഘടിത ഗാന്ധി നിന്ദ നടക്കുന്നു. കോൺഗ്രസിനൊപ്പം ഇടതുപക്ഷത്തിനും ഗാന്ധി നിന്ദയെ ചെറുക്കാൻ ബാധ്യതയുണ്ട്. ഗാന്ധി നിന്ദ മറ്റൊരു രാഷ്ട്രീയമായ ആചാര ലംഘനമാണെന്ന് ഡോക്ടർ സിറിയക് തോമസ് പറഞ്ഞു. ഇന്നലെ വരെ ഒളിഞ്ഞു നിന്നിരുന്ന ഗാന്ധി തമസ്കരണം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നത് ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഗാന്ധി പൈതൃകത്തിൽ വിശ്വസിക്കുന്ന സർവദേശഭക്തർ ഒന്നിച്ച് കൈകോർത്ത് അണിചേർന്ന് ഗാന്ധിജിയെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതിഷ്ഠയായി നിലനിർത്തേണ്ട ബാധ്യതയുള്ളവരാണ് നമ്മൾ എല്ലാവരും. ഈ ബാധ്യതയിൽ നിന്ന് കോൺഗ്രസിന് മാത്രമല്ല ഇടതുപക്ഷത്തിനും മാറി നിൽക്കാൻ കഴിയും. മന്നത്ത് പത്മനാഭന്റെ കാലാതീതമായ നിലപാടുകൾക്ക് ഇന്നും പ്രസക്തിയും പ്രശസ്തിയും വർദ്ധിക്കുകയാണെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. എല്ലാ മതങ്ങളിൽപ്പെട്ടവരെയും ചേർത്ത് നിർത്തുന്നതാണ് NSSന്റെ നയം. സ്ഥാനമാനങ്ങൾ നോക്കി വരുന്ന രാഷ്ട്രീയക്കാരെ അല്ല വേണ്ടതെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആ വേദിയിൽ വരേണ്ടത് ആ സബ്ജക്റ്റിനെ പറ്റി അറിയാവുന്ന, അത് നല്ല ഭാഷയിൽ സംസാരിക്കാവുന്ന ആളുകളാണ് ആവശ്യം. അതല്ലാതെ മറ്റ് സ്ഥാനമാനങ്ങൾ നോക്കി രാഷ്ട്രീയം ഒരു കാലത്തുമുള്ളതുപോലെ രാഷ്ട്രീയ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞങ്ങൾക്കും അങ്ങനെയുണ്ട്. NSS പ്രസിഡന്റ് ഡോക്ടർ M. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. മന്ത്രിമാരായ ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, MP മാരായ ആന്റോ ആന്റണി, ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, കൊടിക്കുന്നിൽ സുരേഷ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MLA മാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N. ജയരാജ്, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, K. മുരളീധരൻ, രാജു എബ്രഹാം, VV രാഗേഷ്, കുമ്മനം രാജശേഖരൻ, രാഹുൽ മാങ്കൂട്ടം, B. രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.